PSC നടത്തിയ HST പരീക്ഷയിൽ ഭാര്യയ്ക്ക് 3ാം റാങ്ക്. പിന്നാലെ ഭർത്താവ് ആശംസയറിയിച്ച് ഫ്ലെക്സ് വെച്ചു. കണ്ടവർ അത് നവമാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചു. സംഭവം അങ്ങ് വൈറലായി. ഒരു യാത്രയിൽ ഇടുക്കിയിലെ ഞങ്ങളുടെ പ്രതിനിധികൾ ആ ദമ്പതികളെ കണ്ടെത്തിയിരിക്കുകയാണ്. ഫ്ലെക്സ് വെച്ച് ആശംസയറിയിച്ചതിനപ്പുറം അവർക്ക് പറയാനുണ്ടായിരുന്നത് കഠിനാധ്വാനത്തിന്റെ കഥകളായിരുന്നു. ഓരോ യാത്രയിലും നമ്മൾ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാറുണ്ട്. അങ്ങനെ ഒരു യാത്രയിലാണ് വ്യത്യസ്തമായ ഒരു ഫ്ലെക്സ് ബോർഡ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഫ്ലെക്സ് ബോർഡിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: കേരള PSC നടത്തിയ ഹൈസ്കൂൾ ടീച്ചേഴ്സ് പരീക്ഷയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ അനില ബിനു കാലാച്ചിറയ്ക്ക് ഭർത്താവ് ബിനു വിജയന്റെ അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ആ ബോർഡ്. ആ ബോർഡിൽ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ആ ബോർഡ് വെച്ചിട്ടുള്ള ബിനുവിനെയും അതുപോലെ തന്നെ ആ റാങ്ക് കരസ്ഥമാക്കിയ അനിലയെയും നമുക്കൊന്ന് കണ്ടുവരാം. അങ്ങനെ ഫ്ലെക്സ് ബോർഡ് വെച്ച ബിനുചേട്ടനെയും അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ കാരണക്കാരിയായിട്ടുള്ള അനിൽ ചേച്ചിയെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർ ഉള്ളത് കട്ടപ്പനയിലാണ്. കട്ടപ്പനയ്ക്കടുത്ത് വെള്ളയാംകുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ വീടുള്ളത്. എന്റെ അടുത്ത് നിൽക്കുന്ന ഇദ്ദേഹമാണ് ബിനുചേട്ടൻ. ഇദ്ദേഹമാണ് ഭാര്യയ്ക്ക് വേണ്ടി ആ ഒരു ബോർഡ് വെച്ചത്. ചേട്ടാ, ഈ റാങ്ക് നേടി എന്നുള്ളതാണ്, അതിനോടൊപ്പം തന്നെ ഈ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയത് 2019 ലാസ്റ്റ് ഇയർ കൊറോണ ആരോഗ്യത്തിലായിരുന്നു ജോലി കിട്ടിയത്. ജോലി കിട്ടിയ സമയത്ത് എനിക്കൊരു ഫ്ലെക്സ് ഇങ്ങനെ ആരെങ്കിലും വെച്ചിരുന്നില്ലെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളന്ന് ഫുൾ A+ കിട്ടുന്നവർക്ക്, ഓരോ റാങ്ക് കിട്ടുന്നവർക്കൊക്കെ ഫ്ലെക്സ് വെക്കുന്ന പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മളത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആഗ്രഹിച്ചിരുന്നു. എനിക്കൊന്ന് 31ാം റാങ്ക് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്ലെക്സ് ഇതുവരെ വെച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതാരും വെക്കാത്തതുകൊണ്ട് എൻ്റെ വൈഫിന് ഇങ്ങനെ നല്ലൊരു റാങ്ക് കിട്ടിയപ്പോൾ, അതായത് 3ാം റാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് നേടിയതാണ്. അത് കിട്ടിയപ്പോൾ വൈഫിന് ഒരു ഫ്ലെക്സ് വെച്ച് സന്തോഷിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ചെയ്തു. അതുപോലെ ഈ സോഷ്യൽ മീഡിയകളെല്ലാം ഇപ്പം ഈ ഒരു ഫ്ലെക്സ് ബോർഡ് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പൊ എവിടെ ജോലികളൊക്കെ വന്നു ആശംസകളൊക്കെ വരുന്നുണ്ടോ? ഇഷ്ടം പോലെ വരുന്നുണ്ട്. എൻ്റെ പഴയ സുഹൃത്തുക്കൾ ഒത്തിരി പേര് കിച്ചത്തിൽ ജോലി ചെയ്തവരെ, ആരോഗ്യമായിട്ട് ജോലി ചെയ്തവരെ, ഞാനിപ്പോൾ ഹയർ സെക്കൻഡറി ലീവിലൊക്കെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പഴയ ജോലി ചെയ്തെടുത്തും ഒത്തിരി കൂട്ടുകാരൊക്കെ വിളിച്ചായിരുന്നു, സാർമാരൊക്കെ വിളിച്ചായിരുന്നു. ഇത് കണ്ടിട്ട് ഒത്തിരി സന്തോഷമുണ്ട്, ഇങ്ങനെ വെച്ചത് വൈഫിനും ജോലി ചെയ്തു, ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി ആൾക്കാർ വിളിച്ചു. അതുപോലെ ഈ ഒരു സർക്കാർ ജോലി നേടാൻ വേണ്ടി ചേട്ടന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നത് കേട്ടു. എങ്ങനെയായിരുന്നു ആ ഒരു സമയത്തെ പഠനവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതായത് അമ്മ കൂലിപ്പണി ചെയ്താണ് എന്നെ അനിയത്തിയും വളർത്തിയത്. അപ്പം ഞാനൊരു 2005 കിറ്റസിൽ കിഴക്കമ്പലത്ത് ജോലിക്ക് പോയായിരുന്നു. 13 വരെ അവിടെ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നാടുമായിട്ട് അങ്ങനെ ബന്ധമില്ലാതെ നിന്ന് എന്നിട്ട് പല പണികളൊക്കെ, പെയിന്റിങ്, കെട്ടിടം പണി, അങ്ങനെ പല പണിക്ക് പോയി. എന്നിട്ട് വൈകുന്നേരം ഈവനിങ് ബാച്ചിൽ 2 മണിക്കൂർ മാസ്റ്റേഴ്സ് കട്ടപ്പനയിലെ കോച്ചിങ്ങിന് പോയി. അങ്ങനെ ഞാൻ PSC എക്സാം ആദ്യത്തെ എഴുതി ഞാൻ 2 മണിക്കൂർ കോച്ചിങ് കൊണ്ടൊന്നും ആവില്ല എന്നുള്ളത് ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മീൻ കച്ചവടം, അമ്മ മീൻ കച്ചവടമായിരുന്നു. അപ്പം അമ്മയുടെ അടുത്ത് മീൻ കച്ചവടത്തിന് പോയി. അങ്ങനെ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കച്ചവടം കഴിയും. അപ്പോൾ കൂടുതൽ സമയം എനിക്ക് കോച്ചിങ്ങിന് പോകാൻ സാധിച്ചു. അങ്ങനെ കൂടുതൽ സമയം കോച്ചിങ് ചെയ്തതിൻ്റെ പരമായിട്ടാണ് എനിക്ക് റാങ്ക് ലിസ്റ്റ് വന്നതും ജോലി കിട്ടിയത്. അതുപോലെ ഒരു കഠിനമായ പ്രയത്നത്തിലൂടെയാണ് ബിനുചേട്ടന് ഒരു സർക്കാർ ജോലി നേടിയെടുത്തത്. ഈ അകത്ത് ഉള്ളയാളാണ് അനില ചേച്ചി. ഇദ്ദേഹമാണ് ആ ഒരു 3ാം റാങ്ക് നേടിയ ആളാണ് ഇദ്ദേഹം. അനില ചേച്ചി എങ്ങനെയുണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരിയേറെ ആശംസകൾ വരുന്നു? എങ്ങനെയുണ്ട്? ഒത്തിരി പേര് വിളിച്ചായിരുന്നു. ഞാൻ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചപ്പോൾ ഉള്ള കൂട്ടുകാർ വരെ അറിഞ്ഞിട്ട് വിളിച്ചു. പിന്നെ ഞാനും ടെക്സിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ എനിക്ക് എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ, അല്ലാതെ എന്നെ ഇപ്പം പഠിക്കാൻ സഹായിച്ച സാറ് എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഒരു 3ാം റാങ്കിലേക്ക് എത്തിയ ഒരു പരീക്ഷയിൽ? അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മഹാത്മജി കിളിമാനൂർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സെന്റർ ഉണ്ട്. അവിടെ പഠിപ്പിക്കുന്ന ഒരു രതീഷ് സാറ്, ഞാനും സാറും ഒരുമിച്ചായിരുന്നു സാഹിത്യരത്നം എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്തത്. അപ്പം സാർ എൻ്റെ ഒരു നമ്പർ മേടിച്ചിട്ട് പുള്ളിക്ക് കിട്ടുന്ന നോട്ട്സ് ഒക്കെ എനിക്ക് വാട്സാപ്പിൽ ഇട്ട് തരുമായിരുന്നു. ആ ഒരു നോട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് വെച്ച് ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിക്കുമായിരുന്നു. 2 കുഞ്ഞു മക്കളുണ്ട്. അപ്പൊ ഇടയ്ക്കുള്ള പഠിത്തമൊക്കെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നാണോ? മോൾക്ക് അന്ന് 6 മാസം മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഞാൻ പകൽ അവൾ ഉറങ്ങുന്ന കൂടെ തന്നെ ഞാൻ ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ഒരു 12 മണിയാകുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റ് ഒരു 4 മണി വരേക്ക് ഇരുന്ന് പഠിക്കും. അങ്ങനെ ഒരു 4 മാസത്തെ പഠനം പരിശ്രമം അതിന് വിജയം. നല്ല കഷ്ടപ്പെട്ടുള്ള ഒരു പഠനമായിരുന്നു. ഇപ്പം ഒത്തിരിയേറെ ആളുകൾ ഈ പഠനം വേണ്ടെന്നില്ല, അതായത് കുട്ടികളുണ്ട്, അതുകൊണ്ട് ഇനി പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവർക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനും വേറൊന്നുമില്ല. ഞങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ടായിരുന്ന ഒരു രതീഷ് സാറ് പറയുമായിരുന്നു, നിങ്ങൾക്കായിട്ടൊരു എക്സാം വരുമ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും, ആ സമയത്ത് നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്ന്.
എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാര്യം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 13 വർഷമായി. ആദ്യമായിട്ടാണ് 2 മാസം വെക്കേഷന് എനിക്ക് വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുന്നത്, എൻ്റെ വീട്ടിലേക്ക്. അതിനു മുന്നേക്ക് മോന് വെക്കേഷൻ വന്നാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും, വീട്ടിൽ പോകാനൊന്നും പറ്റില്ലായിരുന്നു. ഈ സമയത്ത് ഈ എക്സാമോട് അനുബന്ധിച്ച് എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റി. അപ്പൊ അവിടെ ആയപ്പോഴത്തേക്കും കുറച്ചുകൂടി പിന്നെ മോളെ നോക്കാനൊക്കെ അമ്മയുണ്ട്, അമ്മയുടെ അനിയത്തിയുണ്ട്. അപ്പൊ അവര് കൂടുതൽ നോക്കി. അപ്പൊ ആ സമയത്ത് എനിക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റി. ഒരു ജൂലൈ 24-നായിരുന്നു എക്സാം. അപ്പൊ ആ 2 മാസം കൂടി എന്നോട് വീട്ടിൽ തന്നെ നിന്നോളാൻ പറഞ്ഞു. അപ്പൊ മോനെ ഇവിടെ അമ്മയാണ് നോക്കിയത്. സ്കൂൾ തുറന്നോണ്ട് മോനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നായിരുന്നു. അപ്പൊ മോനെ അമ്മ ഇവിടെ നോക്കി. അമ്മ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ വിടുന്നതും രാവിലെ ഒരുക്കുന്നതും എല്ലാം അമ്മ തന്നെ നോക്കിയപ്പോൾ എനിക്ക് ഇവളുടെ ഒരു കാര്യം, മോളുടെ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അതൊക്കെ ഒരു അനുകൂല സാഹചര്യമായിട്ട് വന്നു. എല്ലാവരോടൊപ്പം ഈ പുതിയ വരുന്ന കുട്ടികളോട് ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം എന്താണ് ഈ റാങ്ക് നേടിയതിലൂടെ? ശ്രമിച്ചാൽ കിട്ടാവുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനോടൊരു അംബീഷൻ വേണം. നമുക്കത് നേടാൻ സാധിക്കും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് നമുക്ക് എത്ര വേണേലും പരിശ്രമിക്കാനും പറ്റും. പക്ഷെ നമ്മുടെ മനസ്സിൽ തോന്നണം എനിക്കിത് വേണം എന്ന്. അപ്പൊ നമ്മുടെ എന്ത് സാഹചര്യം, പ്രതികൂല സാഹചര്യം ആയാലും അത് അനുകൂലമായിട്ട് മാറും. അത് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും 3ാം റാങ്ക് കിട്ടിയതിന്റെ ആ ഒരു സന്തോഷത്തിലാണ് അനില ചേച്ചിയും ബിനുചേട്ടനും ഈ കുടുംബവും ഒന്നാകെ ഉള്ളത്. ഈ സമൂഹ മാധ്യമത്തിൽ ഈ ബിനുചേട്ടന്റെ സഹോദരൻ ഇട്ട ഒരു പോസ്റ്റ് ഇതിനോടകം തന്നെ വൈറലായി പോകുന്ന സാഹചര്യമുണ്ട്. നിരവധി ആളുകളാണ് ഇത് കണ്ട ശേഷം ഇവരെ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും തികഞ്ഞ പരിശ്രമം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് വിജയവും കൈപ്പിടിയിൽ ഒതുക്കാം എന്നുള്ള കാര്യമാണ് അനില ചേച്ചി പറയുന്നത്. അത് ആർക്കും പരിശ്രമിച്ചാൽ ആർക്കും നേടിയെടുക്കാൻ കഴിയുമെന്നും അവർ പറയുന്നു. എന്തായാലും ഇവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. കട്ടപ്പനയിൽ നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി.